Hi dear friends, welcome back to Alex Academy. ഈ ഒരു ലെക്ചറിൽ PCCET 303 സ്ട്രക്ചറൽ അനാലിസിസ് 1 ഫസ്റ്റ് മൊഡ്യൂളിലെ 8th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോഫാർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായ മെത്തേഡ് ഓഫ് സെക്ഷൻ ആൻഡ് മെത്തേഡ് ഓഫ് ജോയിൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഈ ലെക്ചർ മുതൽ നമ്മൾ അതിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, സസ്പെൻഷൻ ബ്രിഡ്ജസ് ആൻഡ് കേബിൾസ്. അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു കേബിൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജ്, ഒരു കുറച്ച് തിയറി മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ട്രസ്, അതിൻ്റെ അകത്ത് തന്നെ അനാലിസിസ് യൂസിങ് മെത്തേഡ് ഓഫ് ജോയിൻ ആൻഡ് മെത്തേഡ് ഓഫ് സെക്ഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേബിൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫോഴ്സസ് ഇൻ ലോഡഡ് കേബിൾസ്, ലെങ്ത് ഓഫ് കേബിൾ, സപ്പോർട്ട് അറ്റ് സെയിം ആൻഡ് ഡിഫറെൻറ്റ് ലെവൽ, മാക്സിമം ടെൻഷൻ ഇൻ സസ്പെൻഷൻ കേബിൾ, പ്രഷർ ഓൺ ടവേഴ്സ്, സിമ്പിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് വിത്ത് 3 ഹിഞ്ച്ഡ് സ്റ്റിഫനിങ് ഗിർഡേഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തത്. അടുത്തത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വീണ്ടും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് കേബിൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇപ്പോൾ നമ്പർ ഓഫ് ലെക്ചേഴ്സ് കുറച്ച് അധികം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എളുപ്പമുള്ള തിയറിയും പ്രോബ്ലം ആണെങ്കിലും എളുപ്പമുള്ള ഇക്വേഷൻസൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കും വരുന്നത്. ഓക്കെ, Cables are used as temporary guides during the erection and as permanent guides for supporting masts and towers. അതായത് കൊടിമരം അല്ലെങ്കിൽ വലിയ ടവറുകൾ ഉയർത്തുന്ന സമയത്ത് ഒരു ടെമ്പററി സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ അത് നമ്മുടെ ഈ പോസ്റ്റുകളിലും കൊടിമരത്തിലൊക്കെ ഒരു പെർമനൻറ്റ് സപ്പോർട്ടായിട്ടും നമ്മൾ കേബിൾസ് യൂസ് ചെയ്യാറുണ്ട്. ദ യൂസ് ഓഫ് ടവേഴ്സ് ടു സപ്പോർട്ട് ലാർജ് ടെൻസ് ലൈക്ക് ദാറ്റ് ഓഫ് സർക്കസ് ടെൻറ്റ് ഈസ് വെൽ നോൺ ടു ഓൾ. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ സർക്കസ് കൂടാരമൊക്കെ കെട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ കേബിൾസൊക്കെ യൂസ് ചെയ്ത് വലിച്ച് കെട്ടിയിട്ടൊക്കെയാണ് നമ്മളൊരു ടവറിൻ്റെ മുകളിലേക്ക് ഈ കൂടാരം വലിച്ച് കെട്ടിപ്പോക്കുന്നത്. കേബിൾസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇപ്പോൾ കേബിൾ നമ്മൾ ഇത് കൂടാതെ സസ്പെൻഷൻ ബ്രിഡ്ജസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണിച്ചേക്കുന്നത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഒരു എലിവേഷനാണ്. ഒരു റിവറിന് അക്രോസ് ആയിട്ട്, ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. അപ്പോൾ റിവറിന് അക്രോസ് ആയിട്ട് നമുക്ക് ഒരു പാലം, അല്ലേ, പെഡസ്ട്രിയൻ പാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് വെഹിക്കിൾസ് മൂവ് ചെയ്യുന്ന ടൈപ്പ് പാലോ ആയിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ ഒരു ടവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടവറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടവറിന് ഇൻ ബിറ്റ്വീനായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ കേബിൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കേബിൾ. ഓക്കെ, അപ്പോൾ കേബിളിൽ നിന്ന് ഹാങ്ങേഴ്സ് താഴത്തേക്ക് നമ്മൾ വെർട്ടിക്കലി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. കേബിളിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഹാങ്ങേഴ്സ്, ഈ ഹാങ്ങറാണ് നമ്മുടെ റോഡ് വേ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ആ റോഡ് വേ അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ സ്ലാബ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹാങ്ങേഴ്സാണ്. ഹാങ്ങേഴ്സിലാണ് ആ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഫർദർ ഈ ഹാങ്ങേഴ്സിനെ ക്യാരി ചെയ്യുന്നതാണ് നമ്മുടെ കേബിൾസ്. ഈ കേബിൾസ് രണ്ടറ്റത്തും ഒരു ടവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഫർദർ നമുക്ക് ഈ കേബിൾസിൻ്റെ അകത്തുള്ള ടെൻഷൻ അല്ലെങ്കിൽ മൊമെൻ്റൊക്കെ കുറക്കാൻ വേണ്ടി ഈ ടവറിൽ നിന്നുള്ള കേബിളിൻ്റെ പോർഷനെ നമ്മൾ പുറത്തേക്ക് ആങ്കർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ പുറത്തേക്കുള്ള കേബിളിനെയാണ് നമ്മൾ ആങ്കർ കേബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വലിച്ച് കെട്ടി വെക്കുക എന്ന് പറയത്തില്ലേ. ഇപ്പോൾ പോസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ നിന്ന് ഒരു കേബിൾ വെച്ചിട്ട് താഴത്തേക്ക് നമ്മൾ വലിച്ച് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഈ ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന കേബിളിനെ നമ്മൾ രണ്ടറ്റത്തും ആങ്കർ കേബിൾസ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. എ സസ്പെൻഷൻ ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് 2 cables with the number of suspenders or hangers which supports the roadway. അപ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ടൈപ്പ് കേബിൾസ് ഉണ്ട്. ഒന്ന് സസ്പെൻഡേഴ്സാണ്, അതായത് ഹാങ്ങേഴ്സാണ്. അത് റോഡ് വേ സപ്പോർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് സസ്പെൻഡേഴ്സ് അല്ലെങ്കിൽ ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ റോഡ് വേ അല്ലെങ്കിൽ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദ ഫിഗർ ഷോസ് എ ടിപ്പിക്കൽ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇൻ വിച്ച് ദ കേബിൾ സപ്പോർട്ട്സ് ഓവർ ടവർ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഫിഗറിൽ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇതിൻ്റെ അകത്ത് 2 ടവറിലാണ് കേബിൾ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. To reduce the bending moment in the towers
ആങ്കർ കേബിൾസ് ആർ പ്രൊവൈഡഡ്. അപ്പോൾ രണ്ടറ്റത്തെ ടവറിൽ ബെൻഡിങ് മൊമെൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടറ്റത്തും ആങ്കർ കേബിൾസ് വെച്ചിട്ട് അതിന് ടൈ ചെയ്യുന്നുണ്ട്. ദ സെൻട്രൽ സാഗ് ഓർ ഡിപ്പ് ഓഫ് ദ കേബിൾ വേരീസ് ഫ്രം 110 to 150th ഓഫ് ദ സ്പാൻ. അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ സെൻട്രൽ ഡിപ്പ് ഉണ്ട് അല്ലേ, ഈ കാണുന്നതാണ് സെൻട്രൽ ഡിപ്പ് എന്ന് പറയുന്നത്, നടുക്കുള്ള ആ ഒരു സാഗിങ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 to 115th ഓഫ് ദ സ്പാൻ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ സ്പാനിൻ്റെ 1/10 മുതൽ 1/15 വരെയാണ് നമ്മൾ ആ ഒരു ഡിപ്പ് സാധാരണ കൊടുക്കാറുള്ളത്. ദ കേബിൾസ് വിൽ ബി ഹാവിങ് ഐദർ ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ഓർ റോളർ സപ്പോർട്ട്. അപ്പോൾ ഈ ടവറിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ കേബിൾസിൻ്റെ ഈ ഒരു പോർഷനിൽ ഇവിടെയാണ് നമ്മൾ അതിൻ്റെ സപ്പോർട്ട്സ് കൊടുക്കുന്നത്. അത് ഒന്നെങ്കിൽ ഗൈഡഡ് പുള്ളി സപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ റോളർ സപ്പോർട്ടായിരിക്കും. ഗൈഡഡ് പുള്ളി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ടവറിന് മുകളിലായിട്ടൊരു പുള്ളി ഉണ്ടാവും, ഈ പുള്ളിയുടെ മുകളിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു കേബിൾസിനെ കെട്ടിയേക്കുന്നത്. ഇതാണ് നമ്മുടെ സസ്പെൻഡഡ് കേബിൾ. ഈ അറ്റത്ത് കാണുന്നതാണ് ആങ്കർ കേബിൾ. അതല്ലെങ്കിൽ നമുക്ക് റോളർ പുള്ളി സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ടവറിൻ്റെ മുകളിൽ ഇതുപോലത്തെ കുറച്ച് റോളേഴ്സ്, അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു മെമ്പർ, അതിൻ്റെ അകത്തുകൂടിയായിരിക്കും നമ്മൾ കേബിൾസിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സസ്പെൻഷൻ കേബിൾ, ഇതാണ് നമ്മുടെ ആങ്കർ ചെയ്യാനുള്ള കേബിൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കേബിൾസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗൈഡഡ് പുള്ളി സപ്പോർട്ടോ റോളർ സപ്പോർട്ടോ കാണും. ഇൻ കേസ് ഓഫ് പെഡസ്ട്രിയൻ, അതായത് ആൾക്കാരുടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പാലമാണെങ്കിൽ അതിനാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ് സസ്പെൻഡർ സപ്പോർട്ട്സ് റോഡ് വേ ഡയറക്റ്റ്ലി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പോൾ റോഡ് വേനെ ഡയറക്റ്റായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഹാങ്ങേഴ്സ് ഉപയോഗിച്ച് കേബിൾസ് ഉപയോഗിച്ചിട്ട് റോഡ് വേനെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫോർ ഹെവി ട്രാഫിക് ആൻഡ് ലാർജ് സ്പാൻസ്, ഹെവി ട്രാഫിക് ഉള്ളതും വലിയ സ്പാനുമായിട്ടുള്ള ബ്രിഡ്ജാണെങ്കിൽ സ്റ്റിഫനിങ് ഗിർഡേഴ്സ് ആർ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ദ റോഡ് വേ. അതായത് ഒരു സിംഗിൾ റോഡ് വേ പ്ലാറ്റ്ഫോം കൊടുക്കുന്നതിന് പകരം അതിൻ്റെ അകത്ത് നമ്മളൊരു സ്റ്റീൽ ഗിർഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതേപോലെ സ്റ്റീൽ ഗിർഡേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് റിജിഡ് ആക്കും. എന്നിട്ട് അതിലേക്കായിരിക്കും നമ്മൾ ഈ ഹാങ്ങേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ മുകളിലേക്കായിരിക്കും കേബിൾ വെച്ചിരുന്നത്. അപ്പോൾ സാധാരണ ഒരു പെഡസ്ട്രിയൻ ആണെങ്കിൽ, പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണെങ്കിൽ റോഡ് വേനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഹെവി സ്പാൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹെവി ലോഡ് വരുന്നതോ ആണെങ്കിൽ നമ്മൾ താഴെ ഒരു സ്റ്റിഫൻ ഗിർഡറിൻ്റെ പ്ലാറ്റ്ഫോമാണ് കൊടുക്കുന്നത്, അതിലേക്കാണ് ഈ ഹാങ്ങേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. ലക്ഷ്മൺ ജ്വാല അറ്റ് ഋഷികേശ്, ഹൗറ ബ്രിഡ്ജ് ആർ ദ പോപ്പുലർ എക്സാമ്പിൾസ് ഓഫ് സസ്പെൻഷൻ ബ്രിഡ്ജ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് സസ്പെൻഷൻ ബ്രിഡ്ജാണ് ലക്ഷ്മൺ ജ്വാല അറ്റ് ഋഷികേഷും ഹൗറ ബ്രിഡ്ജും. സിൻസ് ദ നമ്പർ ഓഫ് സസ്പെൻഡേഴ്സ് ആർ വെരി ലാർജ്, ദ ലോഡ് ഓൺ ദ കേബിൾ മേ ബി ടേക്കൺ ആസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഒരുപാട് ഹാങ്ങേഴ്സ് നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ കേബിൾസിൽ വരുന്ന ലോഡിനെ നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. കേബിൾസ് ആർ ബീയിങ് ഫ്ലെക്സിബിൾ. നമുക്കറിയാം കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ മെമ്പറാണ്. ഇവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് ഡിപ്പ് ചെയ്യും, ഇവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് ഡിപ്പ് ചെയ്യും. അപ്പോൾ കേബിൾസ് ആർ ബീയിങ് ഫ്ലെക്സിബിൾ, ഡു നോട്ട് റെസിസ്റ്റ് എനി ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ദേ അഡ്ജസ്റ്റ് ദെയർ ഷേപ്പ് ടു ലോഡ്സ് ആൻഡ് റെസിസ്റ്റ് ദ ലോഡ് ഓൺലി ബൈ ടെൻഷൻ. അപ്പോൾ കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിളാണ്. ഇവിടെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവില്ല, സീറോ ആയിരിക്കും. കാരണം എന്താണ്, അവിടെ ആ കേബിൾ അതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പിനെ ട്വിസ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ഒരു കേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബെൻഡിങ് മൊമെൻറ്റ് സീറോ ആയിരിക്കും, പകരം അത് ടെൻഷൻ ആയിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നത്, ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും റെസിസ്റ്റ് ചെയ്യുന്നത്. സിൻസ് സ്റ്റീൽ ഈസ് ആൻ എഫിഷ്യൻറ്റ് മെറ്റീരിയൽ ഇൻ റെസിസ്റ്റിംഗ് ടെൻഷൻ, steel finds its application in suspension bridges and hence they are very economical for large span. അപ്പോൾ സ്റ്റീലാണ് ടെൻഷൻ റെസിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റ്. അപ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജിൽ കേബിൾസിൽ ടെൻഷനാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ സസ്പെൻഷൻ ബ്രിഡ്ജസ് ആണ് നമ്മൾ കൂടുതലും ലാർജ് സ്പാൻ ബ്രിഡ്ജസിനൊക്കെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജസ് ഓഫ് സ്പാൻ 200 മീറ്റർ ടു 300 മീറ്റേഴ്സ് ആർ കോമൺലി ബിൽഡ്. യൂഷ്വലി നമ്മൾ ബിൽഡ് ചെയ്യുന്നത് 200 മീറ്റർ മുതൽ 300 മീറ്റർ വരെ സ്പാനുള്ള സസ്പെൻഷൻ ബ്രിഡ്ജസ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ കേബിൾസിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു സർക്കസ് കൂടാരമൊക്കെ കിട്ടുമ്പോൾ നമ്മളവിടെ കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കാണുന്ന പോലെ ഇത് ഈ പുറത്ത് കാണുന്നത് ആങ്കർ കേബിൾസ്, നമ്മൾ ഈ ടെൻറ്റിനെ പുറത്തേക്ക് ആങ്കർ ചെയ്തൊക്കെ നിർത്തുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ടവർ അല്ലേ, ഈ കാണുന്നത് ഇതിൻ്റെ ടവറാണ്. അപ്പോൾ ടവറിനെ കണക്ട് ചെയ്യുന്ന രീതിയിലും കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രിഡ്ജ് അല്ലേ, ഋഷികേശിലുള്ള ആ ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്, സ്റ്റീൽ സസ്പെൻഷൻ ബ്രിഡ്ജാണ്.
അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ മെയിൻ കേബിൾ. ഇതിൻ്റെ അകത്ത് ഇതുപോലെ സസ്പെൻഡേഴ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ഈ സസ്പെൻഡേഴ്സിലാണ് നമ്മുടെ റോഡ് വേ കണക്ട് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കേബിൾ, നല്ല തിക്കൻഡ് ആയിട്ടുള്ള കേബിളാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഈക്വൽ സ്പേസിങ്ങിൽ ഹാങ്ങേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹാങ്ങേഴ്സ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ റോഡ് വേനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കേബിൾസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഈ ലെക്ചറിൽ ഇത്രേ ഉള്ളൂ. താങ്ക് യു.